ആരോപണ പ്രത്യാരോപണങ്ങളുമായി വടകരയിലെ UDF LDF സ്ഥാനാർത്ഥികൾ. TP വധമല്ല, വികസനം മാത്രമാണ് ഇത്തവണ മണ്ഡലത്തിലെ ചർച്ചയെന്നാണ് LDF സ്ഥാനാർത്ഥി MK ഭാസ്കരന്റെ വാദം. കൊലപാതകവും അക്രമ രാഷ്ട്രീയവും ചർച്ചയാകാതെ പോകില്ല എന്നാണ് സിറ്റിംഗ് MLA KK രമയുടെ മറുപടി. പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ വാശിയേറിയ പ്രചാരണമാണ് വടകരയിൽ നടക്കുന്നത്. സഹതാപ തരംഗം അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇപ്പം വികസന വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇടതുപക്ഷ മുന്നണി നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വടകരയിൽ നടക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? TP ചന്ദ്രശേഖരൻ ഒരു ഫാക്റ്റാണ്. ഈ റിസൾട്ട് വരുന്ന മറ്റൊരു ദിവസത്തിന് പ്രത്യേകതയും കൂടി ഇവിടെയുണ്ട്. മെയ് 4-ാം തീയതിയാണ് സഖാവ് TPയുടെ രക്തസാക്ഷി ദിനമാണ്. അപ്പം അന്ന് അതൊരു കോയിൻസിഡൻസ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഗവൺമെന്റിനോട് ചേർന്നതുകൊണ്ട് മറ്റ് 130 മണ്ഡലങ്ങളെയും അത് LDF ആവട്ടെ UDF ആവട്ടെ MLA അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ചെയ്തില്ല ആക്ഷേപം ഉണ്ട്. പ്രതിപക്ഷ MLA എന്ന നിലയ്ക്ക് വലിയ അവഗണന നേരിട്ട ഒരാൾ കൂടിയാണ് ഞാൻ. കാര്യമായ ഫണ്ടുകൾ പല സമയത്തും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് അത് തരേണ്ടത് സർക്കാരാണല്ലോ. നമ്മളെ പ്രപ്പോസലുകൾ ഏകദേശം 40ഓളം പ്രപ്പോസലുകൾ ഇപ്പോൾ സർക്കാരിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. എന്താ ഫണ്ട് തരാതിരുന്നത്? ഏറാമല പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടുള്ളത് കേവലം 72 വോട്ടിനാണ്. 9, 21 അങ്ങനെ 72 വോട്ടിന്. മറ്റ് സ്ഥലങ്ങളിലെ ഭരണം അതുപോലെ തന്നെ. ഇപ്പം ഉഞ്ചിയത്ത് ചെറിയൊരു വോട്ടിനാണ്. അപ്പം തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ വടകര മണ്ഡലത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മുന്നോട്ട് തന്നെയാണെന്ന് പറയാം. LDFിനെക്കാട്ടും കൂടുതൽ വോട്ട് UDF RMP മുന്നണിക്കാണ് വടകര മണ്ഡലത്തിൽ. ഏകദേശം 2000 വോട്ട് കൂടുതലുണ്ട്. അപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ അതല്ല കറക്റ്റ്. ഈ ബേസിൽ മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, വടകര ഒരു വലിയ അഭിമാന പോരാട്ടമാണ് എല്ലാ കാലത്തും. അത് മുറ്റുനിൽക്കുന്ന രാഷ്ട്രീയ വൈരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി നടക്കുന്ന മത്സരമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം KK രമയുടെ പോസ്റ്ററുകൾ വികൃതമാക്കി എന്നതടക്കമുള്ള ആരോപണം RMP മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നുമല്ല, വികസനമാണ് ചർച്ച എന്നുള്ളതാണ് LDFന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്താണ് വടകരയിലെ ഒരു ട്രെൻഡ്? എങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ട് ഇരുപക്ഷവും? മധു, ഇത്തവണ വടകരയിൽ പോര് കനക്കുന്നു എന്നുള്ളതാണ്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം അവിടെ മത്സരിക്കുന്നത് JDSന്റെ RJDയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടി അവിടെ CPM ആണ് മത്സര രംഗത്തുള്ളത്. CPMനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത്. ആ മണ്ഡലം നിലനിർത്തുക എന്ന് മാത്രമല്ല, TP ചന്ദ്രശേഖരന്റെ പേര് പറഞ്ഞുകൊണ്ട് UDF ആ മണ്ഡലം പിടിച്ചെടുത്തതിലൂടെ ഒരു അമർഷം CPMനുണ്ട്. അതുകൊണ്ട് ആ മണ്ഡലം തിരിച്ചുപിടിച്ച് CPM ഒരു ശരിപക്ഷമാണ് എന്ന് തെളിയിക്കാൻ വടകര അവർക്ക് അത്യാവശ്യമാണ്. പക്ഷേ KK രമയെ സംബന്ധിച്ച് അവർ UDFന്റെ പിന്തുണയോടുകൂടി RMPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. അവരവിടെ ചെയ്ത പ്രവർത്തനങ്ങൾക്കൊപ്പം TP ചന്ദ്രശേഖരന്റെ വധം എന്ന് പറയുന്ന, കൊലപാതകം എന്ന് പറയുന്ന, TP ചന്ദ്രശേഖരന്റെ വിധവ എന്ന് പറയുന്ന ആ രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം കൂടി ഇത്തവണയും അവിടെ ജനങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് KK രമ പറയുന്നത്. എന്നാൽ ഏതോ വർഷം നടന്നൊരു സംഘർഷം, ഒരു കൊലപാതകം, അത് ഇത്തവണ ചർച്ചയാവില്ല. കഴിഞ്ഞ തവണ ഈ സംഘർഷത്തിന്റെയും കൊലപാതകത്തിന്റെയും പേരിൽ KK രമ MLA ആയി. ഇത്തവണ MLA എന്ന രീതിയിൽ KK രമയുടെ പ്രവർത്തനങ്ങളായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ ചർച്ച ചെയ്താലും ജയിക്കും എന്ന് KK രമ പറയുന്നു. ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. KK രമ സിറ്റിംഗ് MLAയും TP ചന്ദ്രശേഖരന്റെ വിധവയുമാണ്. MK ഭാസ്കരൻ അവിടെ മുനിസിപ്പൽ ചെയർമാനായി ഉൾപ്പെടെ 10-25 വർഷം അവിടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിനിധിയായി പ്രവർത്തിച്ച പരിചയമുള്ള ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ്. ഏതായാലും വിപ്ലവ മണ്ണിൽ ഇത്തവണ ആര് ജയിക്കും എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം 140 മണ്ഡലങ്ങളെക്കാൾ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് വടകര എന്നുള്ളതാണ്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. വടകരയിലെ പോരെങ്ങോട്ട് എന്നുള്ളതാണ്. ഇത്തവണ എന്തായാലും ആര് ജയിച്ചിട്ടുണ്ടെങ്കിലും അത്ര എളുപ്പമായിരിക്കില്ല വിജയം എന്ന സൂചനകളാണ് കിട്ടുന്നത്.